ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നീ എന്റെ മകനാണെന്നും ഞാൻ നോക്കില്ല. ഈ നാട്ടിൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല. പറയുന്ന ഞാനാടാ, നിന്റെ തന്ത കുറുപ്പ്. ജഗനിരിക്കേ. വേണ്ട സാർ, ഞങ്ങളിവിടെ നിന്നോളാം. ആ, എന്താണ് സാർ എല്ലാരും കൂടി, എന്താണ് പ്രശ്നം? എന്റെ അമ്മായി അച്ഛനും മുൻ MLA-യുമായ കരുണാകര കുറുപ്പിനെതിരെ ഞാനിവിടെ പരാതി തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. സർ, എന്റെ പേരിലൊരു പരാതി ഉണ്ടോ ഇവിടെ? ഞാൻ അങ്ങനെ ഒരു പരാതി ഇവിടെ തന്നിട്ടുണ്ടോ? എന്റെ കയ്യിൽ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല. ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ അച്ഛന്, അങ്ങനെ ഒരു പരാതിയേ ഇല്ല. അപ്പൊ പിന്നെ ഇങ്ങനൊരു കഥ ആരുണ്ടാക്കിയെന്നാണ് ഇനി അറിയേണ്ടത്. സുലൈമാനെ. സർ. സർ, കുറുപ്പ് സാറിനെതിരെ ആരെങ്കിലും പരാതി തന്നിട്ടുണ്ടോ? ഇല്ല സർ. ഉണ്ട് സർ, ഒരു പരാതിയുണ്ട്. ഞാനത് പറയാൻ മറന്നുപോയി. കുറുപ്പ് സാറിനെതിരായ ഒരു പരാതി വന്ദന എന്റെ കയ്യിലാ തന്നത്. ഇതാ സർ. ജഗൻ വന്ദനയെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ ജഗന്റെ പിതാവായ കരുണാകര കുറുപ്പ് ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം ആവശ്യപ്പെടുന്നു എന്നാണ് പരാതി. അതിന്റെ പേരിൽ കുറുപ്പിന്റെ നിരന്തരം പീഡനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ പരാതിയിൽ ഒപ്പിട്ടിരിക്കുന്നത് വന്ദന തന്നെയല്ലേ? ഒപ്പിന്റേതാണ് സർ, പക്ഷേ മാറ്റർ എന്റേതല്ല, ആരും എഴുതി ചേർത്തിരിക്കുന്നതാ. ഇതൊരു ചതിയാണ് സർ, വിശ്വസിക്കരുത്. എന്നെ കുരുക്കിലാക്കാൻ വേണ്ടി ആരും ഇതിന്റെ പിന്നിൽ കളിച്ചതാണ്. വന്ദന തന്ന പരാതി ഞാൻ അതേപടി ഫയലിൽ സൂക്ഷിച്ചു വെച്ചതാണ്. ഇതിനിടയ്ക്ക് പരാതിയിൽ കയറി ആരും കൈവയ്ക്കാൻ ഒരു സാധ്യതയില്ല സാർ. ഇത് വന്ദന എഴുതിയ മാറ്റർ തന്നെയാണ് സാർ. നിർത്ത. പാവങ്ങൾക്ക് നീതി കൊടുക്കേണ്ട പോലീസുകാരെ തന്നെ നിയമലംഘനം നടത്തരുത്. മതി. താങ്കളെന്ന് പറയുന്നു. പരാതി DTP-യിലായതുകൊണ്ട് കൈയക്ഷരം വെച്ച് ഐഡന്റിഫൈ ചെയ്യാനും കഴിയില്ല. പിന്നെ ഒറിജിനലായി ഒപ്പിട്ടിരിക്കുന്നത് വന്ദന തന്നെയാണെന്ന് വന്ദന സമ്മതിക്കുകയും ചെയ്യുന്നു. എവിഡൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോ പരാതിക്കാരി വന്ദനയാണ്. ഈ സാറ് നൽകുന്ന തെളിവ് മാത്രം പോരെ നീ എന്റെ കഴുത്തിൽ കുരുക്കിട്ടെന്ന് തെളിയിക്കാൻ. വീട്ടില്ല നിന്നെ ഞാൻ. അച്ഛാ, വേണ്ട. വന്ദന ഒരിക്കലും അച്ഛന്റെ പേരിൽ അങ്ങനെ ഒരു കള്ളപ്പരാതി കൊടുക്കില്ല. അച്ഛാ, ഇതിൽ എന്തോ ചതിയുണ്ട്. അച്ഛാ, ഇത് നമുക്ക്
നമ്മുടേതായ രീതിയിൽ അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കാം. മാറങ്ങോട്ട്. സാറേ ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിടും സാറേ. വന്ദന ഒന്ന് കാണിക്കണം. ഞങ്ങൾ മീഡിയക്കാരാ. കടത്തിവിട് സാറേ. സാറേ ഞങ്ങളെ കടത്തിവിട്. ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ മീഡിയക്കാരാ. ഞങ്ങൾക്ക് കുറുപ്പ് സാറോട് സംസാരിക്കണം. ഡോ സുലൈമാനെ, സർ, എന്തോടെ അവിടെ പ്രശ്നം? മീഡിയക്കാരാണ് സർ. ഓ, അവരെ തടഞ്ഞ പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ടേക്ക്. സർ, ശരി സർ. സാറേ കയറ്റി വിട് സാറേ. ദേ, ഇതെന്റെ സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ്. അവരെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത്. എന്താണ് ചോദിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പോണം. ഓക്കെ സർ. വന്ദനെ, നിങ്ങളോട് എത്ര ലക്ഷം രൂപയാണ് കരുണാകര കുറുപ്പ് സ്ത്രീധനമായി ആവശ്യപ്പെട്ടത്? എന്നോട് കുറുപ്പ് സാറ് സ്ത്രീധനം ചോദിച്ചിട്ടില്ല. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നവുമില്ല. കുറുപ്പിന്റെ സ്ത്രീധന പീഡനത്തിൽ വന്ദനയ്ക്ക് ജീവിതം വഴിമുട്ടിയെന്നാണല്ലോ നിങ്ങളുടെ പരാതി. എന്തൊക്കെ ദേഹോപദ്രവങ്ങളാണ് കുറുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായത്? കേരളം നിയമസഭാ ഇലക്ഷനിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലാണ് മുൻ MLA-യും രാഷ്ട്രീയ ഭീഷ്മാചാര്യനുമായ കരുണാകര കുറുപ്പ് സ്ത്രീധനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കുമെന്ന കാര്യം ഉറപ്പാണ്. പരാതി പിൻവലിക്കാനായി കുറുപ്പ് നിങ്ങളെ ഭീഷണിപ്പെടുത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതല്ലേ? സർ പ്ലീസ്, എനിക്ക് ഇവരോട് ഒന്നും പറയാനില്ല. ഇവരെ ഒന്ന് പറഞ്ഞയക്കണം. സാർ, ഞങ്ങൾ മീഡിയാസ് ആണ്. ഞങ്ങൾക്കിത് കവർ ചെയ്യണം. ചോദ്യം ചെയ്യലൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അവർക്ക് മറുപടി പറയാൻ താല്പര്യമില്ലെങ്കിലേ നിങ്ങൾ പുറത്തു പോയിക്കോളൂ. കരുണാകര കുറുപ്പിന്റെ തനിനിറം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഏയ്, ഔട്ട് ഔട്ട് ഔട്ട്. പൊക്കോളൂ പൊക്കോളൂ. പോണം. അപ്പൊ നീ ഉമാരെയൊക്കെ വിളിച്ചു വരുത്തി നിർത്തിയിട്ടാണ് എനിക്കിട്ട് പണി തന്നല്ലടി. ഇതിന്റെയൊക്കെ ഫലം നീയും നിന്റെ ഭർത്താവും അനുഭവിച്ചിരിക്കും. സർ പ്ലീസ്, ടെൻഷൻ അടിക്കാതെ. ഞാൻ പോയേക്കാടോ. ഈ പരാതി പുറത്തു വന്നാൽ അത് എന്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ നീ എന്റെ മകനാണെന്നും ഞാൻ നോക്കില്ല. ഈ നാട്ടിൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല. പറയുന്ന ഞാനാടാ, നിന്റെ തന്ത കുറുപ്പ്. യ്യോ. മാനത്തെ കൊട്ടാ